ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. വേറെ ആരെയും പറ്റിയല്ല, ഇപ്പൊ വളരെ സെൻസേഷൻ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്ങാണ്ടിയെ പറ്റിയാണ് ഗൈസ് സംസാരിക്കാനുള്ളത്. മാങ്ങാണ്ടി ഇപ്പൊ ഏതോ മാളത്തിപ്പ് ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് കോടതി ജാമ്യാപേക്ഷ തള്ളി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെയുള്ള വളരെ നല്ല വാർത്തകളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇവന്റെ കംപ്ലീറ്റ് കഥയും നമ്മൾ പറയുന്നുണ്ട്. ഇവൻ ഇതുവരെ കാട്ടിക്കൂട്ടിയ കുൽസിതങ്ങൾ മൊത്തം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. കാര്യം ഇവനെതിരെ ഒരു 3 months മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെതിരല്ല, അന്ന് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാര്യം ഒന്നും ഊരും പേരും ഒന്നും അറിയാതെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഇവനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ വന്നു. അന്നേരം ഒരു പരാതിക്കാരിയോ ഒന്നും ഇല്ലാതെ ഒരാണിനെതിരെ എന്തും പറഞ്ഞുണ്ടാക്കാം, എന്തും പടച്ചു വിടാം എന്നുള്ള തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളിലാണ് ഈ ഒരു വാർത്തകളൊക്കെ വന്നത്. അപ്പോൾ അത് അത്ര വിശ്വാസയോഗ്യമല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇവനെതിരെ പ്രതികരിച്ചു വന്ന സ്ത്രീകളും ഇവൻ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളും എടുത്തു വെച്ച് നോക്കിയ സമയത്ത് ഞാൻ അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഇവനിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് പേഴ്സണലി എനിക്ക് മെസ്സേജ് സംസാരിക്കുകയുണ്ടായി. മോശം അനുഭവം ഇൻ ദ സെൻസ് ഇവൻ ഫ്ലേർട്ട് ചെയ്യാൻ ചെന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫ്ലേർട്ടിംഗ് ഒന്നുമല്ല. ഫ്ലേർട്ടിംഗ് ഒക്കെ വളരെ ചെറിയ തോതിലുള്ള കാര്യങ്ങൾ, ഇവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്ലേർട്ടിംഗ് ഒക്കെ വളരെ ലൈറ്റ്. ഇവിടെ മൊത്തം ഗർഭം ആണ് ഇവന്റെ വീക്ക്നെസ്. സ്ത്രീകളെ മനഃപൂർവ്വം ഗർഭിണിയാക്കുക, എന്നിട്ട് അത് അബോർട്ട് ചെയ്യിപ്പിക്കുക. വല്ലാത്ത ഒരു മാനസികാവസ്ഥയുള്ള ഒരുത്തനാണ്. ഇങ്ങനെ ഒരു മാനസികാവസ്ഥ, ഇങ്ങനത്തെ ഒരു സൈക്കോ തരമുള്ള ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു മേഖലയിലും കണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് മാങ്ങാണ്ടിയുടെ വിശേഷങ്ങളിലോട്ട് പോകാം. നിലവിൽ ഇവനെതിരെ ആദ്യം പ്രതികരിച്ചു വരുന്ന റിനി എന്ന് പറയുന്ന ഒരു ആക്ട്രസ്, വലിയ ആക്ട്രസ് ഒന്നുമല്ല, ഇവരെടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ ചെന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അതിനുശേഷമാണ് ഒരു സ്ത്രീ, അതിജീവിത എന്ന് ഇപ്പൊ നമ്മൾ പേരിട്ട് വിളിക്കുന്ന അവരുടെ ഒരു വോയിസ് റിപ്പോർട്ടർ ചാനലിനകത്തൂടെ ഒക്കെ പുറത്തു വരികയും ഇവൻ എന്തുമാത്രം ക്രൂരതകളാണ് കാട്ടിക്കൂട്ടിയെന്നുള്ള കാര്യം പുറം ലോകം അറിയുന്നത്. അതിനുശേഷം ഇന്നലെ മറ്റൊരു സ്ത്രീ ഈ ആദ്യത്തെ പ്രഗ്നന്റ് ആയ അബോർട്ട് ആയ ലേഡി അനുഭവിച്ച ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ആ സെയിം കാര്യങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീ ഇന്നലെ KPCC പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മെയിലേക്കുണ്ടായി, പരാതി കൊടുക്കുകയുണ്ടായി. അതിന്ന് FIR ആയിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ പാർട്ടിയിൽ തന്നെയുള്ള മറ്റൊരു സ്ത്രീ, കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള AM ഷഹനാസ് എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ ഇവനെതിരെ ഇന്നലെ രംഗത്ത് വന്നു. അവരോടും മോശമായിട്ട് ഇവൻ പെരുമാറിയിട്ടുണ്ട്. അവർക്ക് 10-21 വയസ്സ് ഉള്ള ഒരു മകളുള്ള ഒരു സ്ത്രീയാണ്. ആലോചിച്ച് നോക്കുക. ഇവൻ അങ്ങനെ അമ്മയെന്നോ പെങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ അങ്ങനെ വേർതിരിവൊന്നുമില്ല. പെണ്ണ് ആയാൽ മതി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പുറത്ത് വന്നേക്കുന്ന കേസുകളൊക്കെ വളരെ ചെറുതാണ്. ഇവൻ ചെയ്തു കൂട്ടിയ കേസുകളുടെയൊക്കെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്. ഇനിയും പുറത്തു വരാൻ പല കേസുകളും ഉണ്ട്. ഇതിനേക്കാളും സീരിയസ് ആയിട്ടുള്ള കേസുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. മേ ബി നാണക്കേടോ ഭീഷണിയോ വല്ലതും ഭയന്നിട്ടായിരിക്കാം പുറത്ത് പറയാത്തത്. ഇവനെ പറ്റി പറയാനാണെങ്കിൽ പാർട്ടിക്ക് അകത്ത് തന്നെ ഇവന്റെ വിളിപ്പേര് കോഴി രാഹുൽ എന്നാണ്. സത്യത്തിൽ കോഴി എന്നൊക്കെ ഇവനെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം കോഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ പിന്നെ ഒരു അന്തസ് ഉണ്ടെന്ന് പറയാം. ഇവനെ ആരെങ്കിലും കോഴി എന്ന് വിളിക്കുന്നത് മറ്റ് യഥാർത്ഥ കോഴി വല്ലതും കണ്ടു കഴിഞ്ഞാൽ അത് തല തല്ലിപ്പോയി ചാവും, ഇവനെ കോഴി എന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇവനെതിരെയുള്ള ഓരോ കേസും ഇപ്പൊ നിലവിൽ വന്നു നിൽക്കുന്ന ജാമ്യം തള്ളിയതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാഹചര്യവും, എന്തുകൊണ്ടാണ് ജാമ്യം തള്ളിയത്, ഏതൊക്കെ കേസിലാണ് ഇപ്പോൾ ഇവൻ അകപ്പെട്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് സ്ഥലം വിട്ടേക്കുന്നത്, ആരുടെ വണ്ടിയിലാണ് സ്ഥലം വിട്ടേക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ കേസ്, ആദ്യം ഇങ്ങനെ ഒരു ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഒരു വാട്സപ്പ് ചാറ്റ്. ഈ ചാറ്റിനകത്ത് ഇവൻ പറയുന്നത്, നീ പ്രഗ്നന്റ് ആകാൻ റെഡി ആകൂ. അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, പിൽസ് മുഖ്യം. അന്നേരം ഇവൻ വേണ്ട, പിൽസ് വേണ്ട, ഐ വാണേ മേക്ക് യു പ്രഗ്നന്റ്, നമ്മുടെ കുഞ്ഞു വേണം. എടാ നിനക്ക് സെക്സ് ചെയ്തിട്ട് ചുമ്മാതെ കൈ കഴുകിയിട്ട് അങ്ങ് പോകാനായിരുന്നെങ്കിൽ എന്തിനാടാ ഈ കുഞ്ഞിനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്? ഇവന്റെ ഒരു സ്വഭാവ വൈകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ സ്ത്രീയെ പ്രഗ്നന്റ് ആക്കണം, എന്നിട്ട് അബോർട്ട് ചെയ്യിപ്പിക്കണം. ഇതാണ് ഇവന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഈ സ്ത്രീയുടെ ഒരു വോയിസ്, ആദ്യം പുറത്തു വന്ന വോയിസ് ഉണ്ട്, ആ ഒരു വോയിസ് ഞാനൊന്ന് കേൾപ്പിക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട് അവിടേക്ക് പോകാൻ വേണ്ടി. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുകയാണ്. എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമല്ല. എന്ത് ഡ്രാമ എന്നാണ്? ഈ സ്ത്രീ പ്രഗ്നന്റ് ആയി, ഏതാണ്ട് 1 മാസമായി. അപ്പോഴാണ് പ്രഗ്നൻസി തിരിച്ചറിയുന്നത്. ഈ സെക്ഷൽ ഇന്റർകോഴ്സിനകത്ത് ഏർപ്പെട്ട് കഴിഞ്ഞ് 10-20 ദിവസം എടുക്കുമല്ലോ ഇതൊന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. മിനിമം 14 ദിവസമെങ്കിലും എടുക്കും. ആ സമയത്ത് ഇവനെ വിളിച്ചപ്പോൾ ഉള്ള സംഭാഷണമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അവൻ പറയുന്നത് ഡ്രാമ നിർത്താൻ, വയറ്റിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവൻ പറയുന്നത് ഡ്രാമ നിർത്താൻ. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത്, ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ, എനിക്കൊരു ഇത്തിരി സമയം എന്താ എന്ന് പറഞ്ഞു. എന്റെ 3 ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നീ വളരെ കൂളാണ്, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്തിനാ അതിനെ പറ്റി ബോധരാകുന്നു? പിന്നെ ഇനി
ഞാൻ ചോദിച്ചപ്പോ മാത്രം നിനക്കുള്ളൊരു ചൂട് വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയുക, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമയൊന്നും നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ ഡ്രാമ കാണിക്കുകയാണ്. ആദ്യം തന്നെ പിൽസ് വേണ്ട എന്ന് പറയുന്നത് ഇവനാണ്. അവര് പിൽസ് എടുക്കാമെന്ന് പറയുന്ന സമയത്തും പിൽസ് വേണ്ട എന്ന് നിർബന്ധിച്ച് ആ ഒരു സ്ത്രീയെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഇവനാണ്. അങ്ങനെ അവരെ പ്രഗ്നന്റ് ആക്കിയിട്ട് ഇവൻ പറയുന്നത് അതിനെ കൊണ്ട് അബോർട്ട് ചെയ്ത് കളയാനാണ്, ഡ്രാമ നിർത്താനാണ്. പ്രഗ്നന്റ് ആയ ലേഡി കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അതൊന്നും മനസ്സിലാക്കാതാണ് ഇവൻ ഈ സംസാരിക്കുന്നത്. അവൻ അവന്റെ ഭാഗം മാത്രം ക്ലിയർ ചെയ്താൽ മതി. ഇവന്റെ പറച്ചിലിട്ടാ തോന്നും അവർ ഒറ്റയ്ക്ക് മാറി ഇരുന്നിട്ട് കൈ കൊട്ടിയിട്ട് കൊച്ചിനെ ഉണ്ടാക്കിയതാണെന്ന്. ഇവൻ ഇതൊരു ഡ്രാമയായിട്ടൊക്കെ തോന്നും. കാരണം ഇവനെ സംബന്ധിച്ച് ഇതൊരു പുത്തരിയല്ല. ഇവൻ വെൽ എക്സ്പീരിയൻസ്ഡ് ഗായാണ്. പല പെൺകുട്ടികളെ പ്രഗ്നന്റ് ആക്കുകയും ഇതുപോലെ അബോർട്ട് ചെയ്യിപ്പിച്ചിട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള മാങ്ങാണ്ടിയാണ് ഇവൻ. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ മാസം അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്. ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്തിനാണ് എന്തെങ്കിലും എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ല ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇവന്റെ മാത്രം പ്ലാനാണ് കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നുള്ളത്. പിള്ളേരെ ഉണ്ടാക്കിയിട്ട് വയറ്റിലുണ്ടാക്കിയിട്ട് എസ്കേപ്പ് ആവുന്ന ഒരു പ്രത്യേകതരം മാനസിക രോഗിയാണ് ഇവൻ. ഈ മെഡിക്കൽ കണ്ടീഷൻ ഇതുവരെ പേരൊന്നും ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം, മാങ്ങാണ്ടിയോളജിക്കൽ ഡിസോർഡർ എന്നൊക്കെ വിളിക്കാം. അതാണ് ഇവന്റെ പേരിൽ തന്നെ അത് അറിയപ്പെടണം, ഈ ഒരു ഡിസോർഡർ. വേറെ ആരിലും ഇങ്ങനത്തെ ഒരു വൈകൃതം ഞാൻ കണ്ടിട്ടില്ല, കേട്ടുപരിചയം പോലും. പ്രഗ്നന്റ് ആയപ്പം അവന്റെ പൊളിറ്റിക്കൽ ഭാവി നശിക്കും, അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കണം. ഇപ്പൊ എന്താണെങ്കിലും നശിച്ചല്ലോ, നീ തീർന്നടാ, നീ തീർന്ന്. നിനക്കിനി ഭാവിയും ഇല്ല, ഒരു മാങ്ങാണ്ടിയും ഇല്ല. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോവുക അവരൊറ്റയ്ക്ക് പറ്റില്ലെന്ന് പറയില്ലല്ലോ. അവനറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവൻ എക്സ്പീരിയൻസ്ഡ് ആണ്. എത്രയോ ഗർഭങ്ങൾ കലക്കി എക്സ്പീരിയൻസ് ഉള്ള മുതലാണ് മാങ്ങാണ്ടി. ഇനി അതും പറ്റത്തില്ലെങ്കിൽ ഇവന്റെ കയ്യിൽ പിൽസ് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇവന്റെ വീട്ടിലും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോക്ക് ചിലപ്പോൾ കാണും, കുറെ മേടിച്ചു വരുന്നുണ്ടാവും. കാരണം ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരുന്ന മെഡിസിൻ അല്ല. ചെന്ന് പോയി ഉടനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല. ഇവന്റെ ഈ തോന്നിയാസം വെച്ചിട്ട് എപ്പോഴും പോയി ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ മേടിച്ച് സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. ഇവൻ എങ്ങനെ ഒരു ജനപ്രതിനിധി ആയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവന് സംസാരിക്കാൻ അറിയാം, അത്യാവശ്യം ടാലന്റ് ഉള്ളവനാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു യോഗ്യതയും ഇല്ല ഇവന്. ഇനി ഇവന് എന്തൊക്കെ പ്രവർത്തനം കാഴ്ചവെക്കുന്നവനാണെങ്കിലും, എത്ര ഇന്റലിജന്റ് ആണെങ്കിലും, എത്ര നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിലും, ഈ മാതിരി അപരാധങ്ങൾ ചെയ്തു കൂട്ടുന്ന നിനക്കൊന്നും ഇവിടെ MLA ഓ MP യോ ഒരു ജനപ്രതിനിധി ആവാനുള്ള ഒരു ക്വാളിറ്റിയും നിനക്കില്ല. മുന്നിൽ വരുന്ന എല്ലാവരും നീ മറ്റേ കണ്ണി കൂടാണ് കാണുന്നത്. ഇവന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി, ഇവന്റെ ഒരു മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആരെങ്കിലും പരിചയപ്പെടുവാണെങ്കിൽ അവർക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ FBയിലോ അങ്ങോട്ട് മെസ്സേജ് ചെയ്യില്ല. എന്നിട്ട് നേരെ ഒരു സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചാറ്റിങ് മൊത്തം ടെലിഗ്രാം ത്രൂ ആയിരിക്കും. ഇവരെ പിന്നെ ടെലിഗ്രാമിലോട്ട് കൊണ്ടുപോകുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ കുറെ കാര്യങ്ങൾ ടെലിഗ്രാമിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ടെലിഗ്രാമിനകത്ത് സീക്രട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആടെ മെസ്സേജും നമ്മൾ അയക്കുന്ന മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. രണ്ട് സൈഡിലും ഡിലീറ്റ് ചെയ്യാൻ കളയാൻ പറ്റും. ഇപ്പോൾ വാട്സാപ്പിന്റെ കൂട്ട് മറ്റേ വിളിച്ചു പറയുന്ന പരിപാടിയില്ല. വാട്സാപ്പിൽ എന്തെങ്കിലും മെസ്സേജ് നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡയലോഗ് ബോക്സ് വരുമല്ലോ, ഈ മെസ്സേജ് ഡിലീറ്റ് ആക്കി എന്നും പറഞ്ഞിട്ട്. ടെലിഗ്രാമിനകത്ത് അങ്ങനെ പരിപാടിയൊന്നുമില്ല, സീക്രട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാതിരിക്കാനുള്ള ഓപ്ഷനൊക്കെ ടെലിഗ്രാമിനകത്തുണ്ട്. അതുകൊണ്ട് ഇവൻ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ നേരെ ടെലിഗ്രാമിനകത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവന്റെ കളി മൊത്തം നടക്കാൻ ടെലിഗ്രാമിനകത്താണ്. കഴിഞ്ഞ ദിവസം അഖിൽമാരാറിന്റെ ഒരു വീഡിയോ ആണ്, അതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായി തന്നെ 1.5 വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തു പോയിട്ടുള്ള സിനിമാ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ രാഹുൽ അങ്ങോട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയാതെ, എന്താണ് ഇയാളുടെ ഇന്റൻഷൻ എന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇരുന്നതിലുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് തന്നെ പങ്കുവച്ചിട്ടുള്ളതുമാണ്. കേട്ടല്ലോ, ഇവൻ അങ്ങോട്ട് മെസ്സേജ് ചെല്ലുകയാണ്. ഏതെങ്കിലും നടിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യും, അങ്ങോട്ട് പോയി മുട്ടും. ഇവൻ എന്നിട്ട് നോക്കും തൽപര കക്ഷിയാണോ എന്ന്. അങ്ങോട്ട് മെസ്സേജ് ചെല്ലുന്ന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം, അല്ലാതെ മറ്റേ ഇന്റൻഷൻ വെച്ചിട്ടല്ല അയക്കേണ്ടത്. ഇവൻ ഒരൊറ്റ ഇന്റൻഷൻ വെച്ചിട്ടാണ് അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. തൽപര കക്ഷിയാണോ? കളി കിട്ടൂ ഈ ഒരു സെറ്റപ്പ്. കഴിഞ്ഞ ദിവസം ഇവനെതിരെ മറ്റൊരു പെൺകുട്ടി ഒരു പരാതിയുമായിട്ട് വന്നു. ആ
പരാതിയിൽ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യം ഞാൻ വായിക്കാം. വർഷങ്ങളായി രാഹുലിനെ അറിയാം. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയം പുതുക്കി. ഇൻസ്റ്റാഗ്രാമിലൂടെ വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത്. കുറച്ച് ദിവസത്തിന് ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലിഗ്രാം നമ്പർ നൽകി. കണ്ടല്ലോ, ആദ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ ബന്ധം പുലർത്തും, എന്നിട്ട് അവൻ അങ്ങോട്ട് ആവശ്യപ്പെടും ടെലിഗ്രാമിനകത്ത് മെസ്സേജ് അയക്കാൻ. കാര്യം പിടികിട്ടിയല്ലോ. ഇവൻ എല്ലാവരുടെ അടുത്തും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയുടെ വോയിസ് പുറത്തു വന്നതിന് ശേഷം ഇവൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് പല കാര്യങ്ങളും പറയുന്നത്. അതൊന്ന് കേൾക്കാം. അത് ഞാൻ ഇപ്പൊ ഇവിടെ വെക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ചെയ്തിട്ടുണ്ട് 100% ഉറപ്പുണ്ടെങ്കിൽ പോലും ഇവനൊക്കെ എന്തുമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് പല കാര്യങ്ങളും പറയുന്നത്, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതെന്ന് അന്നത്തെ ഇവന്റെ ഈ ഒരു വീഡിയോ കാണാൻ മനസ്സിലാവും. ഇത് തന്നെയല്ലേ നിങ്ങൾ തിരിച്ചും മറിച്ച് കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചും മറിച്ചും 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദ്യം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പുതിയത് പറയാം. എല്ലാം കൂടെ വന്നാൽ ചില മാങ്ങാണ്ടി താങ്ങത്തില്ല. അത് താങ്ങാനുള്ള കാരണം ചിലപ്പം മാങ്ങാണ്ടിക്ക് കാണത്തില്ല. മനസ്സിലായ? ഈ 3 മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. ഒരു അന്വേഷണം, നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ എന്തോ ചെയ്യുന്നു? നീ ഇപ്പൊ എവിടാണ്? നീ സഹകരിക്കുന്ന പറയുന്ന നീ ഇപ്പൊ കണ്ടം വഴി ഓടി ഒളിവിലല്ലേടാ? നീ കർണാടകയിൽ എങ്ങാണ്ട് ഒളിച്ചിരിക്കുമല്ലോടാ? ഇതാണോ നിന്റെ സഹകരണം? ആ പറയുന്ന കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല, എന്ത് അന്വേഷണം വന്നാലും ഞാൻ സഹകരിക്കും. അവൻ ആരാണ്ടറ മൂട്ടിന്റെ അടിയിൽ പോയിരുന്നിട്ടാണ് അവൻ സഹകരിക്കുന്നത്. ഇവനൊരു ചുവന്ന പോളോയിലാണ് നാട് വിട്ടിരിക്കുന്നത്. ആ ചുവന്ന പോളോ ദാണ്ട് ഈ കക്ഷിയുടെയാണ്. പുള്ളിക്കാരത്തി അറിയായിരിക്കും, തൻവീർ റാം എന്നാണ് പേര്. നമ്മുടെ മറ്റേ സൗബിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമയ്ക്കകത്തൊക്കെ നടിയായിട്ട് അഭിനയിച്ച ആക്ട്രസ് ആണ്. അപ്പൊ കർണാടകയിൽ എവിടെ ഒളിച്ചിരുന്നോണ്ടാണ് ഇവനിപ്പോ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാം. നിനക്ക് പറയാനുള്ളത് വല്ല മുത്തുജിപ്പിയിലോ അല്ലെങ്കിൽ ഫയറിലോ ഒക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ല തുണ്ടുമായിട്ട് ഇറക്കും. അല്ലാതെ നിന്റെ കഥ ഒരു പബ്ലിക്കായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. പെണ്ണുപിടി, അബോഷൻ, ചതി, ഇതെല്ലാം നിനക്ക് പറയാനുള്ള എന്താണ്? നിങ്ങളൊരു ക്രൈമല്ലേ? അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. കാരണം ഒരു സഹോദര, അങ്ങ് വ്യഗ്രത കാണിക്കണ്ട. നിങ്ങൾ എൻ്റേതാണെന്നും പറഞ്ഞ് നിങ്ങളൊരു വോയിസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട്, സാധാരണ മാധ്യമ പ്രവർത്തനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിന് ആധികാരിക. എടാ, നീ ഒരു കാട്ടുകോഴിയാണെന്ന് ഈ മീഡിയ ഫീൽഡിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഈ പാർട്ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടീംസിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നിന്നെ വിളിച്ച് ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പൊ നിന്നെ കണ്ട സ്ഥിതിക്ക് ചോദിക്കണമല്ലോ, നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. നീ ആണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ കിടന്ന് മെഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇവൻ ഇവിടെ അല്ലെന്നും പറയുന്നില്ല, ആണെന്നും പറയുന്നില്ല. കാരണം ഇവന്റെ ആണ്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ കടന്ന് ഇങ്ങനെ മെഴുകുന്നത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഇവന്റെ ഉത്തമ ബോധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂച്വൽ കൺസെന്റോട് കൂടിയാണ് ഇവൻ ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ള ഒരു കാര്യം ഇവന്റെ മൈൻഡിൽ ഇരിപ്പുണ്ട്. മ്യൂച്വൽ കൺസെന്റ്. അതുകൊണ്ടാണ് ഇവൻ ഈ ഡയലോഗ് അടിക്കുന്നത്. എടാ പരനാറി, എടാ ചെറ്റെ, നീ ഒരു സാധാരണക്കാരനല്ല, ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങളെ സേവിക്കേണ്ടവനാണ്. അങ്ങനെയുള്ള ഒരുത്തൻ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദ നീ ഇവിടെ കാണിച്ചിട്ടില്ല. നീ നിന്റെ മുന്നിൽ വരുന്ന ഓരോ സ്ത്രീകളെയും കാമ കണ്ണിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നീ എങ്ങനെയുള്ള ജനങ്ങളെ സേവിക്കുന്നത്? അങ്ങനെയുള്ള നീ നിയമത്തിന് അതീതമായിട്ട് ഇവിടെ ചെയ്തിട്ടില്ല എന്ന് നീ പറയണല്ലേ? അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് ഇപ്പൊ ജാമ്യം കിട്ടിയാണ്. നിനക്ക് ജാമ്യം കിട്ടിയില്ലല്ലോ. കണ്ടാ, ഇതാ പറഞ്ഞു, ഇവൻ ഇത്രയും നാള് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം കള്ളത്തരമാണ്. ഷഡ് ഇടാൻ നേരമില്ലാത്ത ഇവനാണ് ജനങ്ങളെ ഉണ്ടാക്കുന്നത്. അത് തന്നെ ഉണ്ടാക്കലാണല്ലോ നടന്നുകൊണ്ടിരിക്കണം, ഉണ്ടാക്കല്. ഇതിനുശേഷമാണ് ഈ ലേഡിയുടെ രണ്ടാമത്തെ വോയിസ്. ഈ ലേഡി തന്റെ ഫ്രണ്ടിനോട് ഈ ഒരു കാര്യങ്ങളെ പറ്റി പറയുന്നത്, ഇവർ അനുഭവിച്ച മാനസിക സംഘർഷം, ഇവർ കടന്നുപോയ അവസ്ഥയെ പറ്റി ഇവർ പറയുന്നത്. ആ ഒരു വോയിസ് കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങളൂടെ ഞാൻ വെക്കാം. പുള്ളിക്കാരന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുന്നതാണ്? അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും ഞാൻ എങ്ങനെ ചെയ്യും? അവന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ നശിപ്പിക്കുമെന്ന്. എടാ, നീ പറഞ്ഞിട്ടാണ് ആ പെണ്ണ് പ്രഗ്നന്റ് ആയത്. അന്നേരം നീ പറയുന്ന സമയത്ത് നിനക്ക് ബോധമില്ലായിരുന്നോ നിന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ? ആ സമയത്ത് ഇവന് കാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അവന് പൊളിറ്റിക്കൽ ഫ്യൂച്ചറിൽ ഒന്നുമില്ല. അങ്ങനത്തെ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നീ പരിപാടിക്ക് നടക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞേ, കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു.
വളരെ വ്യക്തമാണ്, യവന്റെ പ്രഷർ കാരണമാണ് ആ പെണ്ണ് അബോട്ട് ചെയ്തത്. ഇവർക്ക് ഒരിക്കലും അതിനെ അബോട്ട് ചെയ്ത് കളയാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവൻ അവരുടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് അതിനകത്ത് ചാടി ചാവും എന്നുള്ള രീതിയിൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയതിന് ശേഷമാണ് ഇവർ ഈ ഒരു അബോഷന് തന്നെ തയ്യാറാവുന്നത്. എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ഭീഷണിപ്പെടുത്തി തന്നെയാണ് അബോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അവരുടെ സമ്മതപ്രകാരം നടന്ന ഒരു അബോഷൻ അല്ല ഇത്. ഈ വോയിസിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർക്ക് ആ കുഞ്ഞിനെ കളയാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂര് ഇലക്ഷന്റെ സമയത്തല്ലേ, നിലമ്പൂര് ഇലക്ഷന്റെ സമയത്ത് അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂരെത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് സി, ഇവൻ എത്രമാത്രം ക്രൂക്കഡാണെന്ന് ഇവിടെ നോക്കണം. മരുന്ന് കഴിക്കാൻ നേരത്ത് വീഡിയോ കോൾ ചെയ്തിട്ടാണ് മരുന്ന് കഴിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് ഇത് മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇവൻ ഉറപ്പ് വരുത്തണം. ഇവളെ കൊണ്ട് ഏത് മുഖേന അത് കഴിപ്പിക്കുക, മനസ്സിലായോ? അവളത് തുപ്പിക്കളയാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ പാടില്ല. കഴിഞ്ഞിട്ട് അത് പിറ്റേന്ന് രണ്ടാമത്തെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ, എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിക്കണേ. ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞിട്ട് നിങ്ങൾ മര്യാദയ്ക്ക് ആരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന്, നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തരണം? പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ? സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, അതിൽ ജീവിക്കണ്ടായിരുന്നു. ഇവിടെ ഈ അബോഷൻ നടന്നിരിക്കുന്നത് അശാസ്ത്രീയപരമായിട്ടാണ്. ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷനോ ഒന്നുമില്ലാതെ ഡോക്ടർ മരുന്ന് കൊടുത്തതൊന്നുമല്ല. ഈവൻ ഒരാളുടെ കയ്യിൽ ഈ ഒരു മരുന്ന് കൊണ്ട് കൊടുത്തു, അത് ഈ പെണ്ണിനെ കൊണ്ട് നിർബന്ധപൂർവ്വം കഴിപ്പിച്ചു. ആ മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. ഇവനെ അറിയത്തുള്ളൂ അത് ഇവിടുന്ന് മേടിച്ചെന്ന്. ഇവന്റെ കൈ കാണും, ഇവന്റെ സ്റ്റോക്ക് കാണും ഈ സാധനം. കാര്യം കുറെ ആൾക്കാർ കൊടുക്കേണ്ടതാണല്ലോ, ഇതാണല്ലോ ഇവന്റെ തൊഴിൽ. ഈ പ്രഗ്നന്റ് ആയ സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ നടത്തുകയോ അവരുടെ നിർദ്ദേശപ്രകാരം ഒന്നും അല്ല ഈ മരുന്ന് കഴിച്ചിരിക്കുന്നത്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവും. 10-14 ദിവസത്തോളം ഈ ബ്ലീഡിംഗ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ ബ്ലീഡിംഗ് കൂടിയ സമയത്തായിരിക്കണം ഇവർ പിന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുന്നത്. ഡോക്ടറാണ് അന്നേരം ചോദിക്കുന്നത് ആരാണ് ഈ മരുന്ന് തന്നത്, എവിടുന്നാണ് മരുന്ന് തന്നതെന്ന്. അങ്ങനെ ഒരിക്കലും കഴിക്കാൻ പാടില്ല, കഴിക്കാൻ പാടാത്ത സാധനമാണിത്. സോ കുറെ നാളുകൾ ഒന്ന് പറയുന്നുണ്ട് നിർബന്ധപൂർവ്വം അല്ല ഈ മരുന്ന് കഴിപ്പിച്ചത്, അവരവരുടെ കൈകൊണ്ട് എടുത്ത് കഴിച്ചല്ലെന്നും പറയില്ല. രാഹുൽ ഈശ്വറൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് ബലം പ്രയോഗിച്ചിട്ടല്ല ഇവിടെ കഴിപ്പിച്ചിരിക്കുന്നത്, അവരവരുടെ കൈകൊണ്ട് തന്നെയാണ് കഴിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ വലിയൊരു ഭീഷണിയുണ്ട്. ഇവൻ ചാടി ചാവും എന്നുള്ള അവരെ മാനസികമായി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അത് കഴിപ്പിച്ചിരിക്കുന്നത്. അത് കോടതിയിൽ ഇന്ന് തെളിഞ്ഞു. അതുകൊണ്ടാണ് ഇവന് ജാമ്യം നിഷേധിച്ചത്. ഈ ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകുന്ന ആ ഒരു പെണ്ണിന് ഒരു തരത്തിലുള്ള ഇമോഷണൽ സപ്പോർട്ട് പോലും ഇവൻ കൊടുത്തിട്ടില്ല. ഇവൻ ഡ്രാമ നിർത്ത് എന്നുള്ള രീതിയിലാണ് ഇവൻ പറയുന്നത്. കൊച്ചിനുണ്ടാക്കി ഡ്രാമ നിർത്താൻ. ഇവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിലോ ഇവ സമാധാനം പറയുമോ? അമ്മാതിരി ബ്ലീഡിംഗ് ഉണ്ടാവും. വെറുതെ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് അവരെല്ലാം അഫക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ നടന്നത്. ഇവരുടെ കൂടെ ഡീറ്റെയിൽസിനകത്തോട് ഞാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവനാണ് ഇവിടെ ചെറ്റത്തരം കാണിച്ചിരിക്കുന്നത്. ഇവൻ ഒരു ജനപ്രതിനിധിയാണ്. ഇവൻ ഈ മാതിരി തെമ്മാടിത്തരം കാണിക്കാൻ പാടില്ല. ഈ കഞ്ചാവും കള്ളും കുടിച്ച് തേരാപ്പാരാണ് നടക്കുന്നവരുടെ കൂട്ടുള്ള ഒരുത്തനല്ല ഇവൻ. നാളെ മുഖ്യമന്ത്രി വരെ ആവാൻ സാധ്യതയുള്ള ഒരുത്തനായിരുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരുത്തനായിരുന്നു. ഇനി ഇന്നലെ പരാതിയുമായിട്ട് വന്ന പെൺകുട്ടിയുടെ പരാതി നോക്കാം. KPCC പ്രസിഡന്റ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവർക്കൊക്കെ ആ പെണ്ണ് മെയിൽ ചെയ്തിട്ടുണ്ട്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം. ആ പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. വർഷങ്ങളെ രാഹുലിനെ അറിയാം. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയം പുതുക്കി. വളരെ ബഹുമാനത്തോടെയാണ് ആദ്യം സന്ദേശം അയച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ ആവശ്യപ്പെട്ട പ്രകാരം ടെലഗ്രാം നമ്പർ നൽകി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ടെലഗ്രാം നമ്പർ നൽകി. ഇത് എല്ലായിടത്തും ഈ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. തുടർന്ന് എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ അറിയിച്ചു. എന്റെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തടസ്സമാകില്ലെന്നും പറഞ്ഞു. ഇക്കാര്യം കുടുംബത്തെ അറിയിച്ചപ്പോൾ ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായപ്പോൾ കുടുംബം വിവാഹത്തിന് സമ്മതം മൂളി. ഇക്കാര്യം അറിയിച്ചപ്പോൾ ബന്ധുക്കൾക്കൊപ്പം വീട്ടിൽ വരാമെന്ന് രാഹുൽ സമ്മതിച്ചു. ഇവിടെ എന്താണ്, ആദ്യം ആ പെണ്ണിന്റെ ട്രസ്റ്റ് പിടിച്ചു പറ്റി. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ആ പെണ്ണിനെ തെറ്റിദ്ധരിപ്പിച്ചു, അവളെ വിശ്വസിപ്പിച്ചു. ഒരു പെണ്ണിനെ അവന്റെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ പറയുന്ന പോലെ ആ പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവളെ ഇവന്റെ കിടക്കയിലോട്ട് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് തറ വേലയും കാണിക്കും, എന്ത് കള്ളത്തരവും പറയും, എന്ത് തരം വാഗ്ദാനങ്ങളും കൊടുക്കും. അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞു. തുടർന്ന് ഫെനി നൈനാൻ എന്ന സുഹൃത്ത് ഓടിച്ച് കാറിലാണ് രാഹുൽ വന്നത്. നഗരങ്ങളിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. ഹോം സ്റ്റേ പോലുള്ള ഒരു കെട്ടിടം സുഹൃത്തിൻ്റെതാണെന്ന് രാഹുൽ പറഞ്ഞു. രാഹുലിനെ വിശ്വസിച്ചാണ് റൂമിലേക്ക് പോയത്. എന്നാൽ മുറിയിൽ കടന്നപ്പോൾ ഒന്നും സംസാരിക്കാതെ ബലം പ്രയോഗിച്ച് ശാരീരിക ബന്ധത്തിന് ശ്രമിച്ചു. ഫ്യൂച്ചർ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവൻ സംസാരമൊന്നുമില്ല, ഉള്ളി മറ്റേ പരിപാടി. മൂത്ത് നിൽക്കുമായിരുന്നു, മൂത്ത്. എനിക്ക് തോന്നുന്നു ഇവൻ മുണ്ടെടുക്കുന്ന സമയത്ത് ഇരുമ്പിന്റെ ഷഡ്ഡി ആയിരിക്കും
ഇടുന്നത്. ഇവന്റെ ഈ സ്വഭാവം വെച്ചിട്ട് നോർമൽ ബ്രാൻഡ് ഒന്നും പറ്റത്തില്ല. 24 മണിക്കൂർ ഈ രീതിയിൽ മൂത്ത് നിൽക്കണമെങ്കിൽ എന്തുതരം കാട്ടപരാധിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ചെറുത്തെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നവരാണെന്നും അതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും രാഹുൽ പറഞ്ഞു. തുടർന്ന് എതിർപ്പ് അവഗണിച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇതോടെ എനിക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്തു. രാഹുൽ പീഡനം തുടരുകയായിരുന്നു. ശ്വാസതടസ്സം ഉണ്ടായി, മരുന്ന് കൊടുത്തു, എന്നിട്ട് പിന്നെയും പീഡിപ്പിച്ചു. വയ്യാതായാലൊന്നും ഒരു മയവും ഇല്ല. വിത്തുകാളയാണെന്ന് തോന്നി ഇവൻ, വിത്തുകാള. പിന്നെ ഈ പരാതിയായിട്ട് വന്നവിടെ ഭാഗത്തും കുറ്റമുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇവിടുത്തെ ആര് പറഞ്ഞു ഈ നാറിയെടുത്ത് പോയി കടന്നു കൊടുക്കാൻ? പക്ഷെ നമ്മൾ അതൊന്നും ഇവിടെ മുഖവിലക്ക് എടുക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ തന്നെയാണ്. ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ തീവ്രത നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ പോയി ഇവന്റെ മുമ്പിൽ കടന്നു കൊടുത്തതിനൊക്കെ നെഗ്ലിജിബിൾ ആണ്. കാര്യം എല്ലാവരെയും ഒരുപോലെ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് അവരെ കിടക്കയിലോട്ട് എത്തിച്ചിട്ട് ഈ പരിപാടി നടത്തുക. ഇതാണ് ഇവന്റെ രീതി. ഒരാടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാം. ഓക്കെ, അവള് കിടന്നു കൊടുത്തിട്ട് അല്ലയോ ഇവൻ പോയി പീഡിപ്പിച്ചത് എന്ന് പറയാം. പക്ഷെ ഇവൻ അങ്ങനല്ല. ഇവൻ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ക്രൂരമായ ആക്രമണത്തിൽ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി. ഇതിനുശേഷം വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആരെയും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. എന്ത് പറഞ്ഞാൽ വിളിച്ചു വരുത്തിയത്? ഭാവി കാര്യങ്ങളെ പറ്റി. അവൻ കറക്റ്റ് ആണ് പറഞ്ഞത്. ഭാവി കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് വിളിച്ചു വരുത്തിയത്. ഈ വന്ന സ്ത്രീ വിചാരിച്ച അവരുടെ ഭാവി കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ്. പിന്നീട് ഈ കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ പറയുന്നത് അവന്റെ ഭാവി കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് വിളിച്ചു വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കവാത്ത് പോലെത്തുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ. റൂമിലെത്തിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും. പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പിന്നെ പുണ്യാത്മാവാണ്. എനിക്ക് എന്റെ ഫ്യൂച്ചർ നോക്കണം, എനിക്ക് എന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ നോക്കണം. ഇപ്പൊ എന്തായാലും ഫ്യൂച്ചർ സെറ്റ് ആയിട്ടുണ്ടാ മോനെ. നിന്നെ ഇനി ആൾക്കാർ കൂലിപ്പണിക്ക് പോലും വീട്ടിൽ ഇരുത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്തൊരുത്തനാണ്. അത് നാട്ടുകാർക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി. ഇതോടെ ഞാൻ ആകെ തകർന്നു പോയി. മനഃപൂർവ്വം ചതിക്കാനുള്ള തന്ത്രമായിരുന്നു രാഹുലിന്റേത്. ഒരു മനസാക്ഷിയുമില്ലാതെ പെട്ടെന്ന് ഒരുങ്ങി അവിടെ നിന്ന് പോകാനാണ് രാഹുൽ ആവശ്യപ്പെട്ടത്. കണ്ടില്ലേ, കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ അവിടെ നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പോഴേ സ്ഥലം വിട്ടോളാൻ. എനിക്കൊന്ന് അടുത്ത ആള് ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോഴത്തേക്ക് എന്തു മനുഷ്യനാണ് ഇവൻ. വീടിനടുത്ത് വരെ കാറിലെത്തിച്ചത്. വീട്ടുകാരോട് വിവരം പറയാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നു പോയിരുന്നു. വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ് ആ ദിവസങ്ങളിൽ അനുഭവിച്ചത്. 1 മാസത്തോളം അകന്നു കഴിഞ്ഞ രാഹുൽ പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടികളെ ചതിക്കാൻ സ്വന്തം രാഷ്ട്രീയ അധികാരം ദുരുപയോഗപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വേട്ടക്കാരനാണ്. ഇത്തരം നീചമായ നീക്കങ്ങളിൽ നിന്നും അയാളെ തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും പദവികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഇവര് ആദ്യം കോൺഗ്രസിനാണ് പരാതി കൊടുത്തത്. പിന്നീട് ഇത് DGPക്ക് കൈമാറുകയുണ്ടായി. ഇപ്പൊ എന്താണെങ്കിലും FIR ഈ ഒരു കേസിന്റെ പേരിലും ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒന്നിന്റെ പുറകിൽ ഒന്നൊന്നായിട്ട് വരുന്നുണ്ട് മോനെ. നിനക്കുള്ള എല്ലാ മാങ്ങാണ്ടികളും ഇവിടെ റെഡിയാണ്. അതുകൂടാതെ തന്നെ ഇന്നായിരുന്നു ഇവന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് തള്ളിയിട്ടുണ്ട്. അതിന്റെ കൂടെ ബോണസ് ആയിട്ട് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇനി ഇവനെതിരെ ഇപ്പൊ നിലവിലുള്ള വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ജാമ്യമില്ല വകുപ്പുകളാണ് ഇവനെതിരെ ചേർത്തിട്ടുള്ളത്, ഇവന്റെ പേരിലുള്ളത്. ഞാൻ ആ ന്യൂസ് ഒന്ന് വെക്കാം. BNS 62(2)F അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ബലാത്സംഗം എന്ന വകുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു. BNS 64(2)M ആവർത്തിച്ചുള്ള ബലാത്സംഗം. ഈ 3 കാര്യങ്ങളും, ഈ 3 കുറ്റങ്ങളും, ഒപ്പം തന്നെ BNS 2H ഗർഭിണിയാകുമെന്ന അറിവോടെയുള്ള ബലാത്സംഗം, ഇത് 3ഉം ജാമ്യമില്ലാത്ത കുറ്റമാണ്. ജാമ്യമില്ലാത്ത കുറ്റം എന്നതിനൊപ്പം തന്നെ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവം, ഈ കേസിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. 3 ജാമ്യമില്ലാ കുറ്റം, അതിനൊപ്പം തന്നെ BNS 89 നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ ജാമ്യമില്ലാ കുറ്റമാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. BNS 316 വിശ്വാസവഞ്ചന 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയിരിക്കുന്നു. BNS 351 ഭീഷണിപ്പെടുത്തൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. BNS 329 അതിക്രമിച്ചു കടക്കുക 3 മാസം വരെ തടവും പിഴയും ലഭിക്കാം. ഈ പെൺകുട്ടിയുടെ വസതിയിൽ അതിക്രമിച്ചു കടന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു. BNS 116 കഠിനമായ ദേഹോപദ്രവം ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും പ്രതിഭാഗം വക്കീലിന് കോടതിയെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. ജാമ്യം അപ്പോഴേ നിഷേധിച്ചു. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടു ഇവൻ സ്ഥിരം ഈ ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുത്തനാണ്. ഈ അതിജീവിതയുടെ കേസ്, അതുപോലെ തന്നെ ഇന്നലെ വന്ന കേസ്, അതിന് മുമ്പ് ഇവനെതിരെ രംഗത്ത് വന്ന സ്ത്രീകൾ, ഇവരുടെ എല്ലാവരുടെയും കൂടെ കാര്യങ്ങൾ പരിഗണിച്ചപ്പോഴത്തേക്ക് കോടതിക്ക് മനസ്സിലായി ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, ഇവൻ സ്ഥിരം ഈ പരിപാടി തന്നെയാണ്. അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള അബോർഷൻ, ഇവൻ നിർബന്ധിച്ചിട്ടാണ് അബോർഷൻ ചെയ്തത്. നമ്മൾ കണ്ട ആ ചാറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കോർട്ടിൽ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കോടതിക്ക് അന്നേരം വ്യക്തമായിട്ട് മനസ്സിലായി. അന്നേരം ഇവനെ ഇനി എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അപ്പൊ ജാമ്യം തള്ളിയതോടുകൂടി കോൺഗ്രസും കൈവിട്ടിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് ഇവനെ പുറത്താക്കിയിട്ടുണ്ട്. അതുകൂടെ വെക്കാം. ചെന്നിത്തല സാർ എന്താ പറയുന്നത് കേൾക്കാം. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു.
അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. വേറെ വഴിയില്ല. ഇവനെയൊക്കെ എങ്ങനെ ഇവന്റെ മാങ്ങാണ്ടി താങ്ങി നടക്കും നീയൊക്കെ? ഒരു പാർട്ടിക്ക് ഇവനെ പോലുള്ള ഒരുത്തനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി ഇല്ല. പിന്നെ നിങ്ങളൊക്കെ തലയിൽ വല്ല മുണ്ടിട്ട് വേറെ വല്ല പണിക്കും പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മറ്റ് പല പാർട്ടികളിലും സമാന സ്വഭാവമുള്ള കേസുകളിൽപ്പെട്ട നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്. പക്ഷെ അവരെ ആരെയും ഒരു പാർട്ടിയും ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമ്മുടെ മുകേഷിനെ പറ്റിയല്ലയോ? മുകേഷ് വരെ ഈ ഇടയ്ക്ക് വന്ന് പറയുന്ന കേട്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണോ? ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ അന്നൊരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിനകത്ത് ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ട്, സണ്ണി ലിയോൺ വെടിയാണെന്ന് മിയ ഖലീഫ വന്ന് പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് മുകേഷ് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ മുകേഷിന് ആകെയുള്ള ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ ലോക ഫ്രോഡാണ്. ഇപ്പൊ സണ്ണി ലിയോണും മിയ ഖലീഫയൊന്നും അവരുടെ 7 എഴുത്ത് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മുകേഷ് അവരെങ്ങനെ പീഡിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, രാവിലെ വീട്ടിൽ നിന്ന് കാറിനകത്ത് കൂട്ടിക്കൊണ്ടുപോയി ഫ്ളാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, എന്നിട്ട് കാറിനകത്ത് തന്നെ തിരിച്ചു കൊണ്ടുവിട്ടു. ഭാഗ്യത്തിന് സൈക്കിളിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതൊന്നും പറഞ്ഞില്ല. അവരുടെ ഒരു ബോധമില്ലായ്മ വെച്ചിട്ട് വേണമെങ്കിൽ അവരതും പറയും, എന്നെ സ്കൂട്ടറിൽ മുകേഷ് വന്ന് തട്ടിക്കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു, എന്നിട്ട് സ്കൂട്ടറിൽ തന്നെ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മുകേഷും ചില്ലറക്കാരനൊന്നും അല്ല. ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, അത് കഴിഞ്ഞ് പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇനി MLA സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കാരണം പാർട്ടിയാണല്ലോ MLA ആക്കിയത്, പാർട്ടി MLA സ്ഥാനം കൊടുത്തതാണ്. പാർട്ടിയെ പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്ത് ഇനി തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ലേശമെങ്കിലും ഉളുപ്പില്ലെന്നറിയാം, എന്നാലും പറയുക, ഇച്ചിരിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എടാ ഒഴിഞ്ഞിട്ട് പോ. അത് MLA സ്ഥാനം നിനക്ക് അവിടെ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. രണ്ടാമത്തെ കാര്യം, നീ തീർന്നു. ഇനി രാഷ്ട്രീയ പ്രവർത്തനം, പൊളിറ്റിക്സ് എന്നെങ്ങാനും പറഞ്ഞ് ഈ വഴിക്കോട്ടെങ്ങാനും വന്നു കഴിഞ്ഞ് ഇവന്റെ മുട്ടുകാല് തല്ലി പിടിക്കണം. നിന്നെ വീട്ടിലെന്നല്ല ഒരു പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനാണ് നീ തന്നെ തെളിയിച്ച്. ഇനിയും കടന്ന് ഇതിന്റെ പുറത്ത് മെഴുകാൻ നിന്നാല് ബാക്കി കേസും കൂടെ, അപ്പൊ പൂഴിഞ്ഞിരിക്കുന്ന കുറെ കേസ് ഉണ്ടല്ലോ, അതും കൂടെ പുറത്തു വരും. അത് നിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇന്നലെ ഒരു കേസ് വന്ന്, നീ അവമര്യാദയെ പെരുമാറിയ MA ഷഹനാസ് നിന്റെ പാർട്ടിയിൽ തന്നെ ഉള്ള സ്ത്രീയാണ്. അവർ ഇന്നലെ FB പോസ്റ്റുമായിട്ട് നിനക്കെതിരെ വന്നു. FB പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് അറിയുമോ? പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന സമാധാനമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഷാഫി പറമ്പിൽ MLA-യോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബ്രാക്കറ്റിൽ തെളിവുണ്ട് എന്നുകൂടെ പറയുന്നുണ്ട്. അവർ പറഞ്ഞതിന് തെളിവുണ്ട്. ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം. അതിന്റെ പ്രസിഡന്റായിട്ട് ഇവനെ പോലുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്നും നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെ പോലുള്ള ആളുകൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ആ വാക്കിന് ഒരു വിലയും തന്നില്ല എന്ന് മാത്രമല്ല, നിറഞ്ഞ പരിഹാസവും പുച്ഛവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞില്ല എന്നുള്ള വേവലാതിയോ കുറ്റബോധമോ ഈ നിമിഷം ഇല്ല. ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ള 23 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആർക്കെങ്കിലും ഈ വേദന തോന്നുന്നുണ്ടോ? ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ മകൾക്ക് 21 വയസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ലോങ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇവർക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു അനുഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്നുണ്ടായതെന്ന് ഇവർ മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ വെക്കാം. വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത്, കർഷക സമരം നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കർഷക സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. മറ്റൊന്ന്, എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ റിജി റഷീദ് ഉണ്ട്. അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ. ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ചമ്പാരൻ സമരത്തിനൊക്കെ
ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ്. കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയുക, കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല. പിന്നെ എൻ്റെ അനുഭവം മാത്രമല്ല, ബാക്കി കുറേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള എന്തിനേറെ പറയുന്നു, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ഇത്രയും ദിവസം ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്റെ ഇടത്തോട് കൂടി പരാതിയുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പം ഇവന് ചേച്ചിയുടെ കൂടെ ഒറ്റയ്ക്ക് സമരത്തിന് പോകണം. അവന്റെ സമരം മനസ്സിലായല്ലോ, എന്ത് സമരത്തിനാണ് ഇവൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ. അത് ഇവർക്ക് 10-21 വയസ്സുള്ള മകളുള്ള സ്ത്രീയാണ്. ഒരു ചൂരലും അതിനകത്ത് കുറച്ച് തുണിയും ചുറ്റി കഴിഞ്ഞ് ഇവൻ അത് മതി, ആരെയും വെറുതെ വിടത്തില്ല എന്നുള്ളതാണ്. ഇവരുടെ പാർട്ടിയിലുള്ള സ്ത്രീകൾക്ക് തന്നെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്റെ അടുത്ത് പേഴ്സണലി ഓരോരുത്തരും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവൻ ന്യൂസ് ചാനലിനകത്ത് കയറിയിരുന്ന് സംവാദം നടത്താൻ കയറിയിരുന്ന് അതിനകത്തുള്ള റിപ്പോർട്ടേഴ്സിനും ഇവനെ കൊണ്ട് തൊല്ലയാണ്. അതിന്റെ ഒരു വിക്ടിമാണ് ഈ അതിജീവിത. അതാ പറഞ്ഞ് ഇവരിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായ സ്ത്രീകളുടെ എണ്ണം എടുക്കാനാണെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ. അത്രത്തോളം ഉണ്ടാവും. അത്രയും വൈകൃതമായിട്ടുള്ള ഈ സെക്സിനോട് ഇത്രയും അഡിക്ഷൻ ഉള്ള കാമഭ്രാന്ത് മൂത്ത ഒരുത്തനാണ് ഇവൻ. ഇതിനകത്ത് ഈ ഷഹനാസ് ഇവർ പറയുന്നുണ്ട്, അന്നേ ഇവനെ ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയ സമയത്ത് അന്നേ ഷാഫി പറമ്പിലിന്റെ അടുത്ത് പറഞ്ഞതാണ് ഇവനെ ആക്കരുതെന്ന്. അന്ന് ഷാഫി പറമ്പിൽ പുച്ഛത്തോടു കൂടിയാണ് ഇവരെ കണ്ടത്, ഇവരെ പരിഹസിച്ച് വിട്ടത്. എന്നാൽ ഇപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഇവർ ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചു. അന്നേരം ഷാഫി പറമ്പിലിന്റെ ഒരു റെസ്പോൺസ് എന്താണെന്ന് നോക്കാം. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MP എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ. അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു. പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സങ്കട സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടു. പറമ്പിലിക്ക ഒരു സങ്കട സ്മൈലിക്കകത്ത് ഒതുക്കി, ഒന്നും പറയാനില്ല, അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുക. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇക്കായും കൂടെ ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും. ഇവർ ഇന്നലെ രാത്രിയിലാണ് മീഡിയാസിന്റെ മുന്നിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം മീഡിയാസ് ഇവരെ സമീപിക്കുകയും ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. അതിനുശേഷം ഇവർക്കുണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇവരെ പുറത്താക്കി. ഞാൻ പിന്നെ സ്റ്റേറ്റ് ഭാരവാഹിയാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ ആ സ്റ്റേറ്റിന്റെ ഗ്രൂപ്പിൽ നിന്ന്, ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളുടെ ചെയർമാൻ CR മഹേഷ് MLA ആണ്. എപ്പോഴും സ്ത്രീകൾക്കും സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം എന്നെ വിളിച്ച് താക്കീതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കോഴിക്കോട് ജില്ലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം അത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കാലങ്ങളായിട്ട് എന്നോട് പുലർത്തി പോരുന്ന ഒരു വ്യക്തിവിരോധമുണ്ട്. കണ്ട, മാങ്ങാണ്ടിക്കെതിരെ പറഞ്ഞപ്പോ ഇത്രയൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഇവന്റെയൊക്കെ മാങ്ങാണ്ടി താങ്ങി നടക്കുന്ന നാറികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഇവൻ ഈ കാനനവാസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ നിന്റെയൊക്കെ പെങ്ങളെയൊക്കെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കും. നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. ഇവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അത്ര നല്ല കുഞ്ഞാന്ന് എന്ന് നിനക്കൊക്കെ ഉറപ്പുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ കയറ്റി ഇവനൊരു പെണ്ണാലോചന കൊടുക്കും. എന്തിന് കുടുംബത്തിൽ കയറ്റി ഒരു പ്രാവശ്യം ചായ കൊടുക്കാൻ നിനക്കൊക്കെ ധൈര്യം ഉണ്ടോ? ഇവന് സ്വന്തം അമ്മയും പെങ്ങളും ഉള്ള വീട്ടിൽ ഇവനെ വിളിച്ചു കയറ്റാനുള്ള ധൈര്യം നിനക്കൊക്കെ ഉണ്ടോ? കാണത്തില്ല. വലിയ സപ്പോർട്ട് പറഞ്ഞു വരും. സ്വന്തം വീട്ടിലോട്ട് ഇവനെ വിളിച്ചു കയറ്റാനുള്ള ധൈര്യം എത്ര എണ്ണത്തിനുണ്ട്? ഇനിയും ഇവനെ പോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്ത് വരുന്നവന്മാരോട് പുച്ഛം മാത്രം. ഇപ്പൊ ഇവര് തന്നെ ഇവനെ പറ്റി പറഞ്ഞതിനാണ് ഇവരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത്. കാരണം ഇവനെ താങ്ങി നടക്കുന്നവന്മാർ ഇപ്പോഴും ഈ പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒരുപാട് ലെന്തായെന്ന് തോന്നുന്നു, കൂടുതലൊന്നും പറയുന്നില്ല. ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യും. കണ്ടവന്റെ ഗർഭത്തിന്റെ പേരിൽ അകത്ത് പോയ വേറൊരു നാറിയുണ്ട്. ആദ്യമായിട്ടാണ് ഒരുത്തന്റെ ഗർഭത്തിന്റെ പേരിൽ മറ്റൊരുത്തനകത്താവുന്നത്. ഷഡ്ഡി ഇടാത്ത ഒരുത്തനെ സപ്പോർട്ട് ചെയ്ത് തലേ ഷഡ്ഡിയിട്ട് ഒരുത്തൻ അകത്തായി. ആ നാറിയെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പൊ എന്താണെങ്കിലും തൽക്കാലം ഇവനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരിയെങ്കിൽ